ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് വീട്ടിലെ വിശേഷങ്ങൾ കാണാം. രാവിലെ തന്നെ അലക്കെല്ലാം കഴിഞ്ഞ് അലക്കി ആറിയിട്ട് പിന്നെ ചോറായി. അപ്പം ഞങ്ങൾ വിചാരിച്ച് മുട്ടക്കറി വെക്കാമെന്ന്. അപ്പം മുട്ടക്കറിക്ക് ഞാനിത് 2 ഉള്ളി എടുത്തിട്ടുണ്ട്, 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നോക്കാം. ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് അരിഞ്ഞ് നമുക്ക് റെഡിയാക്കാം. മറ്റേ മുട്ടക്കറിയിൽ നല്ല ഉരുളക്കിഴങ്ങ് ഇടുന്ന ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ മുട്ടക്കറിയിൽ ഉരുളക്കിഴങ്ങ് വേണമല്ലോ. അപ്പോൾ ഉരുളക്കിഴങ്ങും 2 ഉരുളക്കിഴങ്ങ് എടുത്ത്, അപ്പം തേങ്ങ വറുത്തരച്ച പിന്നെ മുട്ടക്കറിയാണ്. തേങ്ങ വറുത്തരച്ച മുട്ടക്കറി നീളത്തിൽ മുറിച്ച് ഉള്ളി കുറച്ച് 2 നല്ല എടുത്തതാണ്. അല്ലെങ്കിൽ കുറച്ച് ഉള്ളി വാട്ടിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി രസം ഉണ്ടാവും. അല്ലെങ്കിൽ മൂട് കളയണം. എന്നാൽ അല്ലെങ്കിൽ പിന്നെ എതള് പോലെ ആവില്ല, ഉള്ളി അതേപോലെ ഇരിക്കും മുറിച്ച പോലെ. നമ്മൾ ഇങ്ങനത്തെ നമുക്ക് മുട്ടക്കറിയും രസവും കേബേജിൻ്റെ തോരൻ സപ്പോർട്ട് തോരനാണ്. മെഴുക്ക് വരണ്ട തോരൻ എന്ന് പറയും. നമ്മൾ ഇവിടെ വറവ് കേബേജ് വറവ് എന്ന് പറയും. കണ്ണൂർ ഭാഷ കേബേജ് വറവ്, കേബേജിൻ്റെ വറവ് ഉണ്ടാക്കാൻ നമ്മൾ. നിങ്ങളെന്നാ പറയാമെന്നറിയില്ല. നിങ്ങൾ പറയുന്നത് എന്താ പറയുക? നമ്മളങ്ങനെയാ പറയാം, കേബേജ് വറവ്. ഇതാണ് നമ്മുടെ ഭാഷ അല്ലേ? കണ്ണൂർ ഭാഷ എല്ലാവരും കേൾക്കാൻ ഒരുപാട് ആൾക്കാർക്ക് കണ്ണൂർ ഭാഷ ഇഷ്ടമാണ്. നമുക്കും അതുപോലെ തെക്കോട്ടുള്ള ഭാഷ കേൾക്കാൻ അതും ഇഷ്ടമാണ്. കേൾക്കാനിരിക്കാൻ ചില ഭാഷകളൊക്കെ കേട്ടിരിക്കാൻ ഭയങ്കര രസമാണ്. തെക്കോട്ടുള്ളത് നമുക്ക് കരിയാമ്പില എടുത്തിട്ടുണ്ട്. ഞാൻ അധികം കറികളിൽ നല്ല കരിയാമ്പില നല്ലോണം ആഡ് ചെയ്യുന്ന ഒരാളാണ്. കരിയാമ്പില, ഇഞ്ചി, വെളുത്തുള്ളി. വെളുത്തുള്ളി ഇഞ്ചി മീൻകറിയിലേ, തേങ്ങ മീൻകറിയിലേ ഇടാണ്ടുള്ളൂ വെളുത്തുള്ളിയെല്ലാം. പക്ഷേ മിക്കവാറും കറിയിൽ നല്ല വെളുത്തുള്ളി ഉപയോഗിക്കുന്ന ഒരാളാണ്. നല്ല വെളുത്തുള്ളീൻ്റെ നല്ല ടേസ്റ്റാണല്ലോ. പണ്ടത്തെ കരിയാമ്പിലേൻ്റെ അത്ര ഇതില്ല. ഇപ്പോഴത്തെ കരിയാമ്പിലെല്ലാം വലിയ വണ്ണുള്ള മരുന്നടിച്ചു. പണ്ടത്തെ കരിയാമ്പിലെന്ന് വെച്ചാൽ നല്ല സ്മെല്ലുണ്ടാവും. ഇപ്പോഴത്തെ അത്ര പോരാ. ഉരുളക്കിഴങ്ങ് ഇങ്ങനെയാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് ഭാഗം ഉരുളക്കിഴങ്ങ് എടുക്കാം. ഒരു 3 തക്കാളി എടുക്കാം. 3 2 ചെറുതാണെങ്കിൽ 3, വലുതാണെങ്കിൽ 1 2 മതി. അധികം വലുതാണെങ്കിൽ 1 മതി. തക്കാളി നമ്മൾ കുറേയൊന്നല്ലാണല്ലോ ഉണ്ടാക്കുന്നത്. നമുക്ക് ഉണ്ടാക്കി വേണ്ടുന്നതല്ല ഉണ്ടാക്കുന്നു. എന്നാലും 2 നേരത്തേക്ക് വേണ്ടുന്ന കറികൾ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് തക്കാളി കുറച്ച് ഭാഗം നമ്മൾ ഉള്ളി മുറിച്ച് വെച്ചു. നമ്മളെ നാട്ടിൽ കറി എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം അത് വറുത്തിടും. മുട്ടക്കറി ഇതെല്ലാം ലാസ്റ്റാണ് വറുത്തത്. പക്ഷേ ഞാൻ അങ്ങനെയല്ല. നമ്മൾ അതേ വറുത്തിട്ട് തേങ്ങേൻ്റെ എല്ലാം അത് കാണാം നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ. ഇന്ന് നല്ല വെയിലാണ്. രാവിലെ നല്ല വെയിൽ കണ്ടു. അതുകൊണ്ട് വേഗം എല്ലാം അലക്കിയിട്ട് അലക്കെല്ലാം കഴിഞ്ഞുകൊണ്ട് സമാധാനമായി. തുണികളെല്ലാം വൃത്തിയായി. നമുക്ക് ചോറെല്ലാം ആക്കി അത് കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുത്ത് നമുക്ക് വീഡിയോ എടുക്കാനില്ല. വീഡിയോ എടുക്കാം. ഇനി വെളുത്തുള്ളി വേണം. ഒരു 4 ചോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്.
വെളുത്തുള്ളി ഈ വെളുത്തുള്ളി എടുത്ത് ഇഞ്ചി നമ്മൾ അരച്ച് വെച്ച ഇഞ്ചിയുണ്ട്, അതുകൊണ്ട് ഇഞ്ചി ഇപ്പോൾ അതിൽ മുറിച്ചൊന്നുമില്ല, അരച്ച് വെച്ചതുണ്ട്, പേസ്റ്റാക്കി വെച്ചതുണ്ട്, അത് ഇടാം. പേസ്റ്റ് ഇടാത്ത ആൾക്കാർക്ക് മുറിച്ചിട്ട് ചെറുങ്ങനെ മുറിച്ച് പേസ്റ്റാക്കി എന്താ ഗുണമെന്ന് വെച്ചാൽ അതെല്ലാം നമ്മുടെ ശരീരത്തിന് പോകും. ഈ ഇഞ്ചിയെല്ലാം എന്ന് വെച്ചാൽ ഈ ചെറുങ്ങനെ മുറിച്ചിട്ട് കഴിഞ്ഞാൽ ഇഞ്ചി കടിക്കുമ്പോൾ ചില അധികം ആൾക്കാർ ഇഞ്ചി എടുത്ത് ചാടിക്കളിയും കറിയും, അപ്പോൾ അത് നമ്മളെ ശരീരത്ത് പോവില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ല ഇഞ്ചി കടിച്ച അണ്ണാനാവും. നിങ്ങളെ അണ്ണൻ അതിനും ഇഞ്ചി കടിച്ചിട്ട് കോമഡി, ഭയങ്കര കോമഡി അളക്കല്ലേ. അതിനാ കൊത്തുന്നിങ്ങനെ അങ്ങനെ ഇതൊരു 3-4 ചുള വെളുത്തുള്ളി എല്ലാം നല്ല മുറിച്ച് ചതക്കി ഇടുമ്പോൾ ഇതിൻ്റെ പിന്നെ വെളുത്തുള്ളി ചുളയുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ ഈ ഉരളിയിലിട്ട് അവിടെ കുത്ത, ഇത് മിക്സിയിലിട്ടാൽ അത്രയും കൊണ്ടുപോകും. അതുകൊണ്ട് നമുക്ക് ചെറിയ നമ്മളെ കുത്തി നല്ല മിക്സിയെടുക്കാം. ചതുക്കിയാൽ അത് അതിൻ്റെ സത്ത് ഇതെല്ലാം നമുക്ക് അറിയില്ല, മുറിച്ചിട്ടാൽ അത്ര ഇതാവില്ല. അപ്പോൾ ഇതൊന്നും ചതുക്കിയെടുക്കാം. ഇഞ്ചി കുത്തുന്നതിന് അന്നെങ്ങനെ കുത്തുന്നു, ഇഞ്ചി കുത്തുന്നതിന് അതുപോലെ അന്നെ ഒരു രസമായി അല്ലേ ഇഞ്ചി. അതെ, അപ്പോൾ നമ്മൾ ഇഞ്ചി കഴുകി വെച്ചല്ലേ ഈ വൃത്തിയുടെ പാചകം ചെയ്താൽ ഉണ്ടാവും. എല്ലാം കഴിഞ്ഞാൽ പാചകം ചെയ്യുന്നതേ അറിയില്ല, കിച്ചണിൽ ഒരു പാചകം ചെയ്ത പോലെ അറിയില്ല. അപ്പം എല്ലാം ക്ലീനാകും. നമുക്ക് അടുത്ത നമ്മൾ പാചകം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് പോകാം. അതിന് ശേഷം കടുക് പൊട്ടാനായിട്ട് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. കടുക് പൊട്ടാനായി മാത്രം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. എണ്ണ അപ്പോൾ അതൊന്ന് ചൂടാവട്ടെ. അടുത്ത് നമുക്ക് എണ്ണ ചൂടായി കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ടുന്നുണ്ട്, നല്ല ചൂടായി. ഇനി കരിയാൻ കൊടുക്കും. കരിയാൻ എല്ലാം ഇടണമല്ലേ. ഉള്ളി ഒന്ന് വാട്ടിയെടുക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, എന്നാൽ ഉള്ളി വേഗം ഒന്ന് വാടിക്കോളും. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് നന്നായി ഇളക്കി കുറച്ച് കുറഞ്ഞങ്ങനെ ഒന്ന് വാടിക്കോളും. ഈ വെളുത്തുള്ളി എടുക്കുക. ഇത് വെളുത്തുള്ളിയാണ്, വെളുത്തുള്ളി ചതച്ചത്. ഇഞ്ചി നമ്മൾ അതേ ഇത് അരച്ച് വെച്ചായിരുന്നു, ഇഞ്ചിയും വെളുത്തുള്ളി അരച്ച് വെച്ചായിരുന്നു. വെളുത്തുള്ളി തീർന്നു. അപ്പോൾ ഇഞ്ചി നമുക്ക് കുറച്ച് ഇഞ്ചി പേസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങും തക്കാളി എല്ലാം ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കുറച്ച് വാടട്ടെ.
ആദ്യം മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക, ആവശ്യത്തിന് മഞ്ഞൾ പൊടി. എരിവ് അനുസരിച്ച് മുളക് പൊടി. നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ട് നല്ല ചെറിയ ഒരു ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. ചെറിയ സ്പൂണിൽ ചിക്കൻ മസാല. ഇനി നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഈ മസാലേൻ്റെ പച്ചച്ചോയ മാറുന്നവരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അതിന് ശേഷം ലേശം വെള്ളം നമുക്ക് ഒഴിക്കണം. ഇനി നമുക്ക് തേങ്ങ, വറുത്തരച്ച തേങ്ങ ഇത് കുറച്ച് ഇടിയുന്നുണ്ട്. ഇതും കൂടി ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് ആവശ്യത്തിന് കുറച്ച് വെള്ളം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇനി ഇത് നന്നായി മൂടി വെച്ച് നല്ലോണം തിളച്ച് നല്ല അടിപൊളിയായി തിളച്ച് വറ്റി വരുന്നു. അപ്പോൾ നമുക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുട്ടേൻ്റെ അകത്ത് മസാല പിടിക്കണമെങ്കിൽ മുട്ട ഇങ്ങനെ ഒരു ഭാഗം കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ കട്ട് ചെയ്താൽ ഇത് നമ്മളെ ഈ മസാലകളെല്ലാം അതിൻ്റെ അകത്ത് പിടിച്ചോളും. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാൻ മതി. ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെക്കാം. മൂടിയെല്ലാം എടുത്ത് നന്നായി പതച്ച് വറ്റിയിട്ടുണ്ട്. ഒന്ന് ഉപ്പെല്ലാം നോക്കാം നമുക്ക്. ഉപ്പെല്ലാം കറക്റ്റാണ്. എരിവും കണക്കാം, എല്ലാം കണക്കാം. അപ്പോൾ ഓക്കെ, നമുക്കിത് ഓഫാക്കാം. അരച്ച് നമ്മൾ മുട്ടക്കറിയായി, ചോറായി, മുട്ടക്കറി. ഇനി അടുത്ത് നമുക്ക് കേബേജ് തോരനിലേക്ക് പോകാം. അപ്പം കേബേജ് തോരൻ്റെ എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിനും നമുക്ക് ഈ ഒരു മെഷീൻ്റെ അകത്ത് ഇട്ടാൽ പടപടാവോ നമുക്ക് കാര്യം കഴിഞ്ഞത് കൈകൊണ്ട് മുറി ഒക്കെ ഒരുപാട് സമയം. പിന്നെ അത്ര നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് ചെറുതായി കിട്ടിയില്ല. അപ്പം ഇതിൻ്റെ അകത്തിട്ട് നമുക്ക് പെട്ടെന്ന് കാര്യം കഴിയും. ഇത് 4 ഭാഗത്തും ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് വേഗം
ഒരു വട്ടം ഇട്ട് കൊടുത്ത് നമുക്ക് ഇങ്ങനത്തെ ഒന്ന് വാങ്ങിയാൽ വേഗം നമുക്ക് വറക്കാനുള്ളതെല്ലാം ബീട്രൂട്ടെല്ലാം ക്യാരറ്റായാലും പിന്നെ ആംപ്ലേറ്റിന് ഉള്ളിയെല്ലാം നല്ല ചെറുതായിട്ട് വേണം ഇതിലിട്ട് നടുവിലായി ഇതിന് നോക്കാം. ഇത് കൊടുക്കാം. അപ്പോൾ ഇത് ശരിയാവും. അപ്പോൾ ശരിയായിട്ടില്ല. അപ്പോൾ അതിൻ്റെ പോയിൻ്റ് ശരിക്കും എന്നിട്ട് റെഡിയാക്കണം, അല്ലെങ്കിൽ അത് തിരിയൂല. നടുവിലെ പോയിന്റിൽ ശരിക്കും ആക്കാം. അപ്പോൾ ഒഴിച്ച് കൊടുക്കാൻ മതി. നല്ല അടിപൊളിയായി കുറേ ഇതിൻ്റെ മോശമെല്ലാം പോയി ഒരുപാട് കൊല്ലമാണ് പിന്നെ മിച്ചെല്ലാം പോയി. അങ്ങനെ ചെറുങ്ങനെ അടിഞ്ഞ് ചെറുങ്ങനെ അരിഞ്ഞരിഞ്ഞ് വന്ന് പെട്ടെന്ന് കാര്യം കഴിഞ്ഞല്ലോ. അല്ലെങ്കിൽ ഇത് കൈ കൊണ്ടാവുമ്പോൾ ഒരുപാട് നേരാവും. അപ്പോൾ 3 കൊല്ലത്തും കഴിഞ്ഞ്. അപ്പോൾ അതിൻ്റെ മൂർച്ചവും പോയി, അതിൻ്റെ കത്തീൻ്റെ മൂർച്ചം പോയി. അതിൻ്റെ ഉള്ളിലുള്ള ബ്ലേഡ് ഉണ്ടല്ലോ. അപ്പോൾ എന്നാലും മോശമില്ല. അതുപോലെ മറ്റേ കഷ്ണം കൂടി ഇതുപോലെ ഇത് വെക്കുന്നത് റെഡി ആയിരിക്കണം. 2 ഓട്ടയുണ്ട്. ഇത് ഇവിടെ മേലെ വലിയ ഓട്ടയും താഴെ ചെറിയ. അപ്പോൾ ഇതിങ്ങനെ അതിൻ്റെ പോയിന്റിൽ തന്നെ വെക്കണം. ചില അറിയുന്ന ആൾക്കാർക്ക് അറിയാം, ചില ആൾക്കാർക്ക് അറിയാം. എന്നാലും പെട്ടെന്ന് ജോലിയെല്ലാം തീർക്കാൻ ഉള്ള ആൾക്കാർക്ക് ഇത് എളുപ്പമല്ല. എളുപ്പം തന്നെയാണ് ഏറ്റവും. കൈ കൊണ്ട് മുറിക്കണ്ടല്ലോ ഒരുപാട് നേരം. ചെറുതായി അരിഞ്ഞ് കിട്ടുകയും ചെയ്യും, കാണാനും നല്ല രസമാണ് അരിഞ്ഞ് കാണാൻ. ഞാൻ ബീട്രൂട്ട് ഇതിലെല്ലാം ക്യാബേജെല്ലാം ഇതിൻ്റെ അകത്ത് ഞാൻ റെഡിയാക്കുക. അരിഞ്ഞ് നല്ല സൂപ്പറായിട്ട് അരിഞ്ഞ് നല്ല ഭംഗിയില്ല കാണാൻ. പെട്ടെന്ന് പണി ഒരുങ്ങി. ഇപ്പോൾ ഇത് വലിക്കുന്ന ആദ്യം ഒരു റൗണ്ട് പോലത്തെ, ആദ്യം ഇങ്ങനെ നമ്മൾ ഈ എന്താ പറയണ്ട ആട്ടമ്മി പോലത്തെ ആ ഒരു സൈസ് കറക്കുന്നതായിരുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ഒരു മോഡൽ ഇതാണ് നല്ലത്. അപ്പോൾ ഇത് നല്ല ഇങ്ങനെ വലിക്കലുണ്ട്. ഇതിന് വേണ്ടുന്ന ഉള്ളി, പച്ചമുളക്, കരിയാമ്പില എല്ലാം റെഡി തയ്യാറാക്കി അതേ വെച്ചു. ഇനി ഇതിൽ തേങ്ങ ഇടണം. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾ, ഉപ്പ്, ആവശ്യത്തിന് മഞ്ഞളിട്ടു. ഉപ്പ് വേണം. ആവശ്യത്തിന് ഉപ്പിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. ഇനി നമുക്ക് തേങ്ങ അരായി ഇടുകയേ വേണ്ടു. തേങ്ങ മാത്രം ഇട്ടാൽ മതി. ബാക്കിയെല്ലാം ഓക്കെ ആയി. ഒന്ന് നന്നായി കുഴച്ച് കൊടുക്കാം. കുഴച്ച് കൊടുക്കുമ്പോൾ എല്ലാത്തിനും പിടിക്കണം. നല്ലായിരിക്കും. അതെന്ത് അതെ കാരണമാണ് പൈസ പോരാ. ഇനി നമുക്ക് തേങ്ങ അരായി ഇട്ടാൽ മതി. ഒരു 5 മിനിറ്റ് അവിടെ നിൽക്കട്ടെ. നമുക്ക് ഇതിന് വേണ്ടുന്ന കേബേജിക്ക് വേണ്ടുന്ന തേങ്ങ അരാവണം. അപ്പം തേങ്ങ പൊട്ടിച്ചതില്ല, പാര നമ്മളെ പൊട്ടിപ്പോയി. അപ്പം
ഇങ്ങനെ ഉരിക്കണം. ഏട്ടൻ ഇങ്ങനെ ഉരിക്കാൻ അറിയാത്തതുകൊണ്ട് തേങ്ങ ഉരിക്കട്ടെ. തേങ്ങ ഉരിക്കാം. പാടാണ് ഇങ്ങനെ തേങ്ങ ഉരിക്കുന്ന, വല്ലാത്ത പാടാണ്. ഉണങ്ങിയ തേങ്ങയാണെങ്കിൽ പാടും കൂടിയാണ്. പാലുണ്ടാവും വേഗം കഴിഞ്ഞ. പാല് ഇങ്ങനെ പൊന്തി പാടാം. തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യം തേങ്ങ ഇരിക്കുന്നത്. നിങ്ങൾ പാരനെ പണ്ടിരിക്കും ഇങ്ങനെ അറിയില്ല. അതുകൊണ്ടല്ല അതിങ്ങനെ വിളിച്ചു വെക്കുന്നത്. പണ്ട് ദൈവം തേങ്ങ വെച്ചിട്ടുണ്ട്. പണ്ട് 1000 തേങ്ങ വെച്ചിട്ടുണ്ട്. 1000 തേങ്ങ പോയാച്ച് 1000 തേങ്ങ വെച്ചിട്ടുണ്ട്. അത് പാരേൻ്റെ വേണ്ട. ഇങ്ങനെ വിളിച്ചിട്ടില്ലല്ലോ. ഇങ്ങനെ ഇരിക്കുന്ന പാടാ. പാരക്ക് പൊട്ടാൻ കണ്ട സമയം. പഴകി തുരുമ്പ് പിടിച്ച് വാരിയായി അത്. അതുകൊണ്ടാണ് പൊട്ടി. എണ്ണ തീരുവാണ്. ഓ അങ്ങനെ അങ്ങനെ ഇത്രത്തോളം ഉരിച്ചെന്നെ ഭഗവാനേ. കഴിഞ്ഞ് തേങ്ങ ഇടിക്കും. ഓ അങ്ങനെ തേങ്ങ ഉരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തേങ്ങ ഉരിച്ചു കഴിഞ്ഞ് ഇതൊന്ന് ഉടക്കാം. റെഡി വന്നിട്ട് അപ്പം നമുക്ക് ഈ തേങ്ങ ഒന്ന് ഉടക്കാം. വെള്ളം പുറത്തുപോയി. വെള്ളം അങ്ങനെ ഇല്ല, കുറച്ചേ ഉള്ളൂ. അപ്പോൾ വെള്ളത്തിന് കാത്തിക്കുന്ന ഒരാളുണ്ട്. വെള്ളം വേണ്ട, പൊടിയുണ്ട്, കുറേ പൊടിയുണ്ട്. ഇത് വേണ്ട, കവറൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെ എലിയെല്ലാം വരുന്ന ഞാൻ രാത്രി. അതുകൊണ്ട് ഇത് നല്ലോണം കഴുകി ചെലിയോ അതെല്ലാം വരുന്ന രാത്രി. അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ കഴുകി ക്ലീൻ ആക്കിയിട്ട് വേണം ഉപയോഗിക്കാൻ. പക്ഷെ നമ്മൾ ഓരോ പാചകം ചെയ്യുമ്പോൾ എല്ലാം നല്ല സൂക്ഷിച്ച് ശ്രദ്ധിച്ചും നല്ല വൃത്തിയിലും ആക്കിയാൽ നമ്മുടെ ആരോഗ്യത്തിനും നല്ലതാണ്. അടുത്ത പരിപാടി തേങ്ങ. നല്ല തേങ്ങ നല്ല റൗണ്ടായി നല്ല അടിപൊളിയായിട്ട് പൊട്ടി ചെറുപ്പം. തോരനൊക്കെ കുറച്ച് കടുക് നന്നായിട്ട് കൊടുക്കാൻ തോരൻ. ചൂടായി കടുകിട്ടിക്കാം. തേങ്ങയിടാം.
പാലായിട്ട് നമുക്ക് ഇളക്കിക്കോ. തേങ്ങയും കൂടി കയറി നല്ല സൂപ്പർ ഭംഗിയായി. അപ്പോൾ ഇന്ന് നമ്മൾ കേരളീയ ഭക്ഷണം, നമ്മുടെ കേരള നല്ല ഭക്ഷണമാണ്, നമ്മുടെ കേരളം ഭക്ഷണം, മലയാളികളുടെ ഭക്ഷണം. ഓക്കെ, അത് അടച്ചിട്ട് ചെറിയൊരു ഇതിൽ സ്ലോയിൽ വെച്ച് കേബേജ് തോരനായി റെഡിയായി കഴിഞ്ഞാൽ അടുത്തൊക്കെ ഓഫാക്കാം. ഗ്യാസ് തീർന്നു പോയതുകൊണ്ടാണ് ഇൻഡക്ഷൻ കുക്കറിൽ എല്ലാം ഒന്നും പാത്രങ്ങൾ പോകുന്നില്ല. അപ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം. രസം ഉണ്ടാക്കണം, അപ്പോൾ എല്ലാം ഉണ്ടാക്കണം. ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതെ, അതേപോലെ തന്നെ മുട്ടക്കറി വേറെ ഒരു പാത്രത്തിലാക്കി വെച്ച് അടുത്ത് നമ്മൾ രസം ഉണ്ടാക്കാൻ പോകണം. തക്കാളി രസമാണ്. അപ്പം തക്കാളിയെല്ലാം ഞാൻ വേവിച്ച് മഞ്ഞളും ഉപ്പും ഇട്ട് നല്ലോണം വേവിച്ചിട്ട് ഇതിൻ്റെ എന്താ പറയണ്ടേ, ഇതിൻ്റെ തോല് എല്ലാം എടുത്തിട്ട് വെച്ചതാണ്. ഇത് തോലെല്ലാം എടുത്ത് പിഴിഞ്ഞ് വെച്ചതാണ്. തോലെടുത്ത് മാറ്റി, തോലില്ലാണ്ടിരിക്കുമ്പോൾ നല്ല ഇതിൻ്റെ തോലുണ്ട്. അപ്പോൾ ഇതിൻ്റെയും തോല് നമുക്ക് എടുത്ത് കളയാം. തക്കാളി രസം തമിഴ്നാട്ടിലെ ഒരു നല്ല അവരെ സ്പെഷ്യലായ തക്കാളി രസം. തക്കാളിയെല്ലാം നല്ലോണം ഒന്ന് ഒടിച്ച് കൊടുക്കാം. തക്കാളി ഉള്ളിൻ്റെ അകത്ത് പുളിയും ഉണ്ട്. പുളിയും തക്കാളിയും മഞ്ഞളും ഉപ്പിട്ടിട്ട് കുറച്ച് വേവിക്കും. അതിന് ശേഷം വെന്ത് കഴിഞ്ഞ് കുറച്ച് തണിഞ്ഞാൽ തോലെടുത്ത് മാറ്റി നമുക്കിങ്ങനെ നല്ല എല്ലാം ഒന്ന് ഒടിച്ച് കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ രസം. നമുക്ക് വേറെ ഒരു കറീൻ്റെ ആവശ്യമില്ല. ഈ ഒരു രസം മാത്രം മതി നമുക്ക് ഭക്ഷണം കഴിക്കാൻ, വേറെ ഒന്നും ആവശ്യമില്ല. അത്രക്കും നല്ല ടേസ്റ്റാണ് അല്ലേ? ഇത്രയും പ്രൈസ് നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ മെത്തേഡ് എന്ന് വെച്ചാൽ തക്കാളി രസമാണ്. തക്കാളി രസത്തിൻ്റെ കൂടെ നമ്മൾ വെള്ളം ചേർക്കുന്നത് രാവിലെ നമ്മൾ കടലൊക്കെ വെക്കുന്ന ദിവസം ആ രസാടി ഉണ്ടാക്കും. രാവിലെ നമ്മൾ കടലൊക്കെ പൊങ്ങിച്ചായിരുന്നു. അപ്പം പുട്ടിൻ്റെ കടലയില്ലേ, അപ്പോൾ അതിൻ്റെ വലിയ ചുവന്ന കടല പൊങ്ങിച്ചായിരുന്നു. അപ്പം ആ കടലക്കേൻ്റെ വെള്ളത്തിലാണ് നമ്മൾ രസം ഉണ്ടാക്കുന്നത്. അടിപൊളി ടേസ്റ്റ്. ഒരു പ്രാവശ്യം നിങ്ങൾ വെച്ച് നോക്കണം, എന്നാലേ ഈ രസത്തിൻ്റെ ടേസ്റ്റ് യഥാർത്ഥത്തിൽ അറിയാൻ പറ്റും. അത്രയ്ക്ക് ടേസ്റ്റാണ്. തക്കാളിയും പുളിയും നല്ല ഇതായി നല്ല തക്കാളിൻ്റെ ഇതെടുത്ത് സത്തെടുത്ത് ഇതിൻ്റെ പിണ്ടി എടുത്ത് മാറ്റി. ഇനി നമുക്ക് ഇനി വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മിക്സീൻ്റെ അകത്ത് ഒരു വലിയ ചുള വെളുത്തുള്ളിയും കുറച്ച് കുരുമുളകും കരിയാമ്പിലയും കായ്മുളകും ജീരകം എല്ലാം കൂടി, ഇഞ്ചിയും ജീരകം എല്ലാം കൂടി ഇട്ടൊന്ന് പൊടിക്കാം. ഒന്ന് ഒതുങ്ങിയാൽ മതി, അധികം അരക്കണ്ട, ഒതുങ്ങിയാൽ മതി. ഒന്ന് ഒതുക്കിയെടുക്കും. ഇത് നമ്മൾ രാവിലെ കള്ളക്ക പൊങ്ങിച്ച വെള്ളമാണ്. അപ്പോൾ ഈ വെള്ളത്തിൽ തന്നെ നമ്മൾ രസം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് കടലയുണ്ട്. ആ കടലയും കൂടി കുറച്ച് എല്ലാം കൂടി ഇതിനകത്ത് അടിപൊളി രസം അങ്ങനെ ഉണ്ടാക്കാം. അതിൻ്റെ നിറം മാറി, രസത്തിന് നല്ല നിറം മാറി, അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക്
ഒരു എന്താ പറയണ്ടേ ഒരു ഇതായിപ്പോവും. അത് ഒരിക്കൽ നഷ്ടമായിപ്പോവും. ഒരിക്കൽ ഉണ്ടാക്കി നോക്കിയ ആൾക്കാർ പിന്നെ വീണ്ടും വീണ്ടും ഇതന്നെ എന്നാ കള്ളൊക്കെ നമ്മൾ പിന്നെ പൊങ്ങിക്കുന്ന പൊട്ടിനല്ല. അപ്പം അന്ന് നമ്മൾ രസം ഉണ്ടാക്കും. തീർച്ചയായിട്ടും ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കിയ ആൾക്കാർ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കും. 100% ഉറപ്പാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റ്. ഇനി ബാക്കി നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. അടുത്തത് ചോളം ഇട്ട് കൊടുക്കാം. തുമ്പല വീഴുന്നു. നമുക്ക് കരിയാമ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ അരച്ച് വെച്ച മിക്സീൻ്റെ അകത്ത് കുറച്ച് മല്ലി, മുഴുവൻ മല്ലി, കുറച്ച് ഒരു 3-4 ഇല അതള്, കരിയാമ്പില, ഒരു 3-4 കായ് ചുവന്ന മുളക്, എല്ലാം ഇട്ടിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക് എല്ലാം കൂടി ചതക്കിയതാണ്. ഒന്ന് കറക്റ്റ് വെളുത്തുള്ളീൻ്റെ ഒരു ചെറിയൊരു പച്ചത്തോയ മാവ് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല തുമ്പൽ എന്താണെന്ന് വെച്ചാൽ കുരുമുളക്, ഈ കടലക്കയും കൂടി നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഒന്ന് നല്ലോണം തിളപ്പിക്കുക. തക്കാളി മറ്റേ കുരുമുളകും മുളകും എല്ലാം കൂടി നല്ല ഒരു ആവശ്യത്തിന് ഉപ്പ് ഇട്ട്. ഇനി കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ചത് വെറുങ്ങനെ വേണമെങ്കിൽ വെറുങ്ങനെ ഇട്ട് കൊടുക്കുക. എണ്ണയിൽ ഇട്ട് കൊടുക്കുക. അല്ലാണ്ട് വറുത്ത് പൊടിച്ചാൽ പൊടി ഉണ്ടെങ്കിൽ അത് ലാസ്റ്റ് ഇട്ട് കൊടുക്കുക. അത് നല്ല രസമാണ്. ഉലുവയാകുമ്പോൾ ചില ആൾക്ക് അടിക്കുമ്പോൾ നമുക്ക് കുറച്ച് കായം, ഇതിൻ്റെ മെയിനായിട്ടുള്ള സാമ്പാറും ക്രിസ്ത്യനുള്ള കായം ഇതാണ്. കായം നല്ല കായമാണ്. അങ്ങനെ ഇനി ഒന്ന് നന്നായി തിളക്കട്ടെ. അങ്ങനെ രസം നല്ല തിളച്ച് വന്നു. ഈ തിളച്ച് വന്ന് നല്ല ഇതിൻ്റെ ഉപ്പെല്ലാം നോക്കി ഇപ്പോൾ അല്ലേ അരിയാട്ടം നോക്കി ഉപ്പ് നല്ല അടിപൊളിയാണ്. പറയാൻ വാക്കില്ല. പക്ഷേ നിങ്ങളിത് ഒരിക്കലും ഇത് ട്രൈ ചെയ്ത് നോക്കിയില്ല, നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങളായിപ്പോൾ. അങ്ങനത്തെ രാവിലെ കള്ളക്ക നമ്മൾ പൊട്ടിക്കായാലും പൊങ്ങിച്ച് കഴിക്കാനായാലും അത് പൊങ്ങിച്ചാൽ അതിൻ്റെ വെള്ളത്തുകൊണ്ടും ഇങ്ങനെയൊരു പിന്നെ ഐഡിയ ഉണ്ട്. അപ്പോൾ സൂപ്പർ രസമാണ്. അപ്പോൾ ഇത് രസം എന്ന് പേര് മാത്രമല്ല, അതുപോലെ ഇന്നത്തെ പാചകമെല്ലാം കഴിഞ്ഞു. എല്ലാം കാണാൻ അടിപൊളിയാണ്. നല്ല തണുപ്പെല്ലാം ഉണ്ടെങ്കിൽ ഇത് ആക്കിയൊന്നും കുറച്ച് കറിക്ക് നമുക്ക് കറീൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് തന്നെ ചോറ്റിലിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. സൂപ്പറാണ്. അപ്പോൾ നല്ലുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതണം അല്ലേ? ഓക്കെ. ഇനി നമുക്ക് അടുത്ത പാചകമായിട്ട് കാണാം. ഇത് ഇറക്കി വെക്കാം. അപ്പം നമ്മൾ ഇന്നത്തെ വിശേഷം ഇന്നത്തെ പാചകം എല്ലാം കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ. ഇത് രസം, ചോറ്, ഇത് നമ്മളെ മുട്ടക്കറി, ഇത് നമ്മളെ കേബേജ് തോരൻ, കേബേജ് വറവ് എന്ന് നമ്മളെ കണ്ണൂരുകാർ പറയും. അങ്ങനെ ഇന്നത്തെ വിഭവങ്ങളാണ്, ഇന്നത്തെ വീട്ടിലെ വിശേഷങ്ങൾ. ഇന്നത്തെ നമ്മൾ ഉച്ചക്കത്തെ ഊണിടാണ്. അപ്പോൾ ഇതെല്ലാം കാണിച്ചു. രാവിലെ അലക്കെല്ലാം കഴിച്ചു. ഇനി നമ്മൾ ഭക്ഷണം കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം വീഡിയോ എടുക്കണം. അതായിട്ട് പിന്നെ നമുക്ക് ലൈവിൽ കാണാൻ രാത്രി. ഭക്ഷണം ഉണ്ടാക്കി എല്ലാം ക്ലീനിങ്ങുമായി. അപ്പോൾ ഇങ്ങനെ ഒരു മെത്തേഡ് ജോലി എടുത്ത് നമുക്ക് ഊണ് കഴിച്ച് പിന്നെ പാത്രങ്ങളിലേക്ക് കൊണ്ടു വേറെ ഒന്നും കഴുകേണ്ട ആവശ്യമില്ല.
പെട്ടെന്ന് ജോലിയെല്ലാം ഒരുങ്ങി. ഓക്കെ, അടുത്ത വീഡിയോയ്ക്ക് നമുക്ക് വീണ്ടും കാണാം. തീർച്ചയായിട്ടും ഈ രസം ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നഷ്ടമായിട്ട് ഇതാവും. അതുകൊണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ് ചെയ്യാൻ സപ്പോർട്ടാണ്. അതെ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ടാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ട വഴി. അതുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. നമ്മളെ രണ്ടുപേരും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. വീഡിയോ ആയിട്ട്